നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് അജ്ഞാത സംഘം വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോയ പ്രവാസി ഷാഫിയെ പറ്റിയുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ വാർത്ത പ്രവാസി മലയാളിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ദുബായിൽ ബിസിനസ്സുകാരനായ ഷാഫി നാട്ടിലെത്തിയിട്ട് 6 മാസമായി. ആരാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ എങ്ങോട്ടാണ് തട്ടിക്കൊണ്ടുപോയതെന്നോ ഉള്ള വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. തട്ടിയെടുത്ത സ്വർണത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട കോടികളുടെ ഇടപാടാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ എത്തിയതെന്നായിരുന്നു പോലീസിന് ലഭിച്ച സൂചന. തട്ടിയെടുത്ത സ്വർണത്തിൽ ഒരു വിഹിതം വിൽപ്പന നടത്താൻ ഷാഫിയെയും സഹോദരനെയും ഏൽപ്പിച്ചുവെന്നും ഇതിന്റെ പണം നൽകാതെ കബളിപ്പിച്ചുവെന്നുമാണ് പുറത്തുവന്ന വിവരങ്ങൾ. എന്നാൽ ഇപ്പോൾ അതിനിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയ മുഹമ്മദ് ഷാഫിയുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. അതായത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് ഷാഫി തന്റെ വീഡിയോയിൽ പറയുന്നത്. താനും സഹോദരനും ചേർന്ന് സൗദി രാജകുടുംബത്തിന്റെ 325 കിലോ സ്വർണം മോഷ്ടിച്ച് കടത്തിയെന്ന അതിനിർണായകമായ വെളിപ്പെടുത്തലാണ് ഷാഫി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അജ്ഞാത സംഘത്തിന്റെ തടങ്കലിൽ വെച്ച് പകർത്തിയ ഷാഫിയുടെ വീഡിയോ സന്ദേശം ചാനലുകൾക്ക് ലഭിക്കുകയായിരുന്നു. ഏകദേശം 80 കോടിയോളം രൂപ വിലമതിക്കുന്ന സ്വർണമാണ് മോഷ്ടിച്ചത്. ഇതിന്റെ വിഹിതം ആവശ്യപ്പെട്ടാണ് തട്ടിക്കൊണ്ടുപോയത്. തന്റെ മോചനം ആവശ്യപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിട്ട് കാര്യമില്ലെന്നും ഷാഫി വീഡിയോയിൽ പറയുന്നു. പ്രൊഫഷണൽ കിഡ്നാപ്പേഴ്സ് എന്ന് പരിചയപ്പെടുത്തിയ സംഘമാണ് ഈ വീഡിയോ മാധ്യമ ഓഫീസുകളിൽ എത്തിച്ചത് എന്നാണ് വിവരം. പോലീസ് അന്വേഷണം പുരോഗമിക്കവെയാണ് ഷാഫിയുടെ ഈ വീഡിയോ പുറത്തു വരുന്നത്. ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് കൊട്ടേഷൻ സംഘമാണെന്നാണ് സൂചനകൾ. ദിവസങ്ങൾക്ക് മുൻപ് താമരശ്ശേരി പരപ്പൻപോയിൽ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് അക്രമി സംഘം ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത്. ഷാഫി, ഭാര്യ സെനിയ എന്നിവരെയാണ് ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ദമ്പതിമാരെ ബലം പ്രയോഗിച്ച വാഹനത്തിൽ കയറ്റിയ ശേഷം ഭാര്യയെ വഴിയിൽ ഇറക്കിവിട്ട് ഷാഫിയുമായി അക്രമി സംഘം കടന്നു കളയുകയായിരുന്നു. ഷാഫിയെ കൊണ്ടുപോകുന്നത് എതിർത്ത സെനിയയ്ക്ക് പിടിവലിക്കിടെ പരിക്കേറ്റിരുന്നു. എന്നാൽ സെനിയയെ ഇറക്കിവിട്ട് ഷാഫിയെ കൊണ്ടുപോയ സംഘത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അക്രമികൾ മുഖം മറച്ചിരുന്നുവെന്നും വെള്ള സ്വിഫ്റ്റ് കാറിലാണ് വന്നതെന്നും ഇവർ തൂവാല കൊണ്ട് മുഖം മറച്ചിരുന്നുവെന്നുമാണ് സെനിയോ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. രാത്രിയുണ്ടായ സംഭവത്തെ പറ്റി സെനിയോ പറഞ്ഞത് ഇങ്ങനെയാണ്: ശബ്ദം കേട്ട് ഞാൻ വീടിന് പുറത്തേക്ക് പോയി. അപ്പോൾ ഷാഫിയെ 4 പേർ ചേർന്ന് വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് കണ്ടത്. ആ സമയം ഞാനും അനിയന്റെ ഭാര്യയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഷാഫിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം ഞങ്ങൾ തടഞ്ഞു. എന്നാൽ അപ്പോൾ തന്നെ പിടിച്ച കാറിലേക്ക് കയറ്റി. പക്ഷേ കാറിന്റെ ഡോർ അടയ്ക്കാൻ പറ്റിയില്ല. കുറച്ചു ദൂരം പോയ ശേഷം തന്നെ അവർ ഇറക്കി വിടുകയാണ് ഉണ്ടായതെന്നാണ് സെനിയോ പറഞ്ഞത്. എന്തായാലും അതിനിർണായകമായ ഈ വീഡിയോ പുറത്തു വരുമ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.